Hi everyone, welcome to Ethnic Zuri. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അജ്രക് മോഡൽ സിൽക്ക് സാരീസിന്റെ പ്രീമിയം കളക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സാരി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള സാരിയാണ്. അതിൽ നല്ല ബ്ലൂ കളറിലുള്ള പ്രിന്റ് ആണ് വരുന്നത്. ഇത് ഒരു ബഗ്രൂ പ്രിന്റിനൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള പ്രിന്റ് ആണ്, പക്ഷെ അജ്രക് പ്രോസസ് ആണ് കംപ്ലീറ്റ്ലി ഇതിൽ ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ഫാബ്രിക് ആണ്, അത് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റും. നല്ല പ്രീമിയം ഫാബ്രിക്കിലാണ് ചെയ്തെടുത്തുള്ള സാരിയാണിത്. ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. അതുപോലെ ബ്ലൗസിന്റെ പ്രിന്റ് ചെറിയ പ്രിന്റ്സ് ആണ് വരുന്നത്. ഇത്ര ചെറിയ പ്രിന്റിലാണ് ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അജ്രക്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ പ്രിന്റുകൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ അജ്രക്സ് നമ്മൾ അവിടെ പോയി കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. വളരെ ചെറിയ പ്രിന്റുകൾ എത്രമാത്രം എന്താ പറയുക, അത്രയും ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ ഫൈനലി ഒരുപാട് മിസ്പ്രിന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, അജ്രക്സിൽ ചെറിയ ചെറിയ മിസ്പ്രിന്റ്സ് ഒക്കെ ചില പ്രോഡക്ട്സിൽ കാണാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ഷോപ്പിലുള്ള മെജോറിറ്റി അജ്രക് കളക്ഷൻസും ശരിക്കും ഒറിജിനൽ അജ്രക്സ് ആണ്, അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള അജ്രക്സ് ആണ്. അപ്പൊ അത് ചെയ്തെടുക്കുന്നത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ എഫേർട്ട്, ഈ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കംപ്ലീറ്റ്, അല്ലാതെ ഒരു മെഷീനും അതിൽ ഇൻവോൾവ് അല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അജ്രക്സിന്റെ ഒരു കട്ട് ഫാബ്രിക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു 10 മീറ്ററിനൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു കട്ട് ഫാബ്രിക് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ശരിക്കും ബാക്കിയുള്ള ഫാബ്രിക്സ് നമ്മൾ കണ്ടിട്ടുള്ളതും വലിയ 50 മീറ്ററിന്റെ 100 മീറ്ററിന്റെ ഒക്കെ റോളായിട്ടായിരിക്കും മെഷീൻ പ്രിന്റഡ് ആയിട്ട് വരുന്നത്. പക്ഷെ അജ്രക്സിൽ എപ്പോഴും ചെയ്യുന്നത് അവര് ഒരു നമ്മളവിടെ പോയപ്പോൾ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരു മാക്സിമം ഒരു 6.5-7 മീറ്റർ അല്ലെങ്കിൽ ഒരു 8 മീറ്റർ മാക്സിമം, ചിലപ്പോൾ ചിലർ മാത്രം 10 മീറ്ററിന്റെ കട്ടായിട്ട് ഓരോ ഫാബ്രിക്കിനെ അവർ മുറിച്ച് ചെറിയ കട്ട് പീസസ് ആക്കും. എന്നിട്ട് ആ കട്ട് പീസസ് അവർ പ്രോസസ്സ് ചെയ്താണ് അജ്രക് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പം അതിന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ അവർ കംപ്ലീറ്റ് ആ ഫാബ്രിക് കംപ്ലീറ്റ് ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. അങ്ങനെ 2 രാത്രികൾ ഫുള്ള് 2 ഡേയ്സ് ഓവർനൈറ്റ് അവർ സോക്ക് ചെയ്ത് വെക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം സ്റ്റാർച്ച് ഫുള്ളായിട്ട് മാറിയാൽ മാത്രമേ അതിൽ അജ്രക് പ്രോസസ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ഫാബ്രിക്സിന്റെയും സ്റ്റാർച്ചുകൾ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടാണ് ഈ പ്രോസസ്സിലേക്ക് ആ ഫാബ്രിക് കൊണ്ടുവരുന്നത് തന്നെ. പിന്നെ അതുപോലെ ഒരു 10-16ഓളം സ്റ്റെപ്സ് ഇൻവോൾവ് ആണ് ഈ ഒരു അജ്രക് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട്. അതിൽ നാച്ചുറൽ ഡൈസ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ പലരും മാർക്കറ്റിൽ പൗഡർ ഫോമിലൊക്കെ ആ നാച്ചുറൽ ഡൈസിന്റെ മിക്സസ് മേടിക്കാൻ കിട്ടുന്നുണ്ട്. കാരണം പണ്ടത്തെക്കാൾ ഉപരി ഇപ്പോൾ അജ്രക്സ് ഒരുപാട് മാർക്കറ്റിൽ അജ്രക് സാരീസ് ഇറങ്ങി തുടങ്ങി. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ റിസോഴ്സസ് എല്ലാം അവർക്ക് പൗഡർ ഫോമിലെല്ലാം കിട്ടി തുടങ്ങി. പണ്ടെല്ലാം ഈ പ്ലാന്റുകളും നാച്ചുറൽ ഡൈസിന്റെ ഈ പ്ലാന്റ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അവർ ഒരുപാട് മിക്സ് ചെയ്തിട്ടൊക്കെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോസസ്സസ് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ ഫൈനൽ അജ്രക് പ്രോഡക്ട്സ് കിട്ടുന്നത്. അപ്പൊ അതിൽ ഓരോ പ്രോസസ്സിലും അവർ ചെയ്യുന്നതിന്റെ ഒരു എന്താ പറയാ, എത്ര ക്വാളിറ്റിയിലാണ് ഓരോ പ്രോസസ്സും ചെയ്യുന്നതിനനുസരിച്ചാണ് ഫൈനൽ ഔട്ട്പുട്ട്. നമ്മളിപ്പോ നമ്മുടെ കിച്ചണിൽ ഒരു കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ ഓരോ ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നതും ഓരോ സ്റ്റെപ്സും നമ്മൾ എത്ര ശ്രദ്ധിച്ച് ചെയ്യുന്നു അത് ആ ഫൈനൽ ടേസ്റ്റിന് അത് വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞ പോലെ നമ്മളുടെ ഈ അജ്രക് പ്രോസസ്സിലും. അപ്പോൾ ഓരോ ആർട്ടിസാൻസും ചെയ്യുന്നത് ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും. ചില കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും ഓരോ ആർട്ടിസാൻസിനും അവരുടേതായ ഒരു രീതി ഉണ്ടാവും. അതുകൊണ്ടാണ് ചില ആർട്ടിസാൻസ് അവാർഡ് വിന്നേഴ്സ് ആവുന്നതും എല്ലാം. അപ്പൊ ഇവര് ചെയ്യുന്ന ആ ഒരു ചിലരുടെ പ്രിന്റുകൾ കിട്ടുമ്പോൾ നമുക്കറിയാം ഒരു മിസ് പ്രിന്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, പക്ഷെ ചിലരുടെ പ്രിന്റ്സിൽ അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ അത് തന്നെയാണ് പ്രൈസിങ്ങിന് എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകം അതാണ് അത് കോസ്റ്റിംഗ്. കാരണം ഇത് എത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ ഓരോ പ്രോസസ്സ് ചെയ്യുന്നു, ഓൾമോസ്റ്റ് 15 to 30 days, ഒരു മാസത്തോളം ഒരു പ്രൊഡക്റ്റ് ഒരു സാരി ക്രിയേറ്റ് ചെയ്യാനൊക്കെ എടുക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റിംഗ് ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു അജ്രകിന്റെ ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കളേഴ്സ് പോലും നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്തു വരുമ്പോൾ എങ്ങനെയാണ് ഫൈനൽ കളർ വരുന്നത്, ചെറിയ വേരിയേഷൻസ് എപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ പല കളേഴ്സും മെറൂൺ ആണെങ്കിലും റെഡ് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ചില വേരിയേഷനിലാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. നേച്ചർ ഒരുപാട് അനുകൂലമായിരിക്കണം, സൺലൈറ്റ് എത്രമാത്രം നന്നായിട്ട് കിട്ടുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഒരു അജ്രക് പ്രോസസ്സിൽ നമുക്ക് ആ കളേഴ്സ് നാച്ചുറൽ ആയിട്ട് കളേഴ്സ് ഫൈനലി നമുക്ക് കിട്ടുന്നതെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, നിങ്ങൾ ഇതെല്ലാം അവെയർ ആയിട്ടിരിക്കുക.
അതായത് അജ്രക്സ് പർച്ചേസ് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത്, കാരണം ചെറിയ ചെറിയ മിസ്പ്രിൻസോ ചെറിയ ചെറിയ എന്തെങ്കിലും ഫാബ്രിക്കിൽ കാണുന്ന പാച്ചസ് ഒന്നും ഡാമേജസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരുപാട് ഹ്യൂമൻ എഫേർട്സ് ആവശ്യമുണ്ട്. അപ്പം നമുക്കിനി ബാക്കി പ്രൊഡക്ട്സ്, ബാക്കി സാരീസ് നമുക്ക് കാണാം. നെക്സ്റ്റ് സാരി വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു റസ്റ്റ് റെഡ് കളറാണ്. റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടത്. റെഡ് മെറൂണൊക്കെ കോമൺലി എപ്പോഴും വരുന്നതാണ്. പക്ഷെ റസ്റ്റ് റെഡ് എന്ന് പറയുന്ന ഒരു കളർ, എന്താ പറയുക, ആ ഒരു കളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അതിൽ നല്ല ഭംഗിയുള്ള ബീജ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡാണ് പ്രിന്റിന് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. യൂഷ്വൽ അജ്രക്കിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് പാറ്റേൺ വരുന്നത്. പല്ലു വരുന്നത് ഈ ഒരു പ്രിന്റാണ്. അതുപോലെ ബ്ലൗസിൻ്റെ പ്രിന്റ് വരുന്നത് ഈ ഒരു കുറച്ചുകൂടി വലിയൊരു ഫ്ലോറൽ പ്രിന്റ്സ് ആണ് ബ്ലൗസിന് വരുന്നത്. ഇങ്ങനെയാണ് സാരി ഫുള്ള്. നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. മെറൂണും അധികം സാരീസിൽ ഒരുപാട് വരുന്ന കളറല്ല. മെറൂണിൻ്റെ ഈ ഒരു ടോണ് വളരെ റയറായിട്ട് വരുന്ന ഒരു മെറൂണിൻ്റെ ടോണാണ്. ഇതിൽ ഈ ഒരു ട്രഡീഷണൽ അജ്രക് പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ദ സാരി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. പല്ലു ഈ ഒരു പ്രിന്റാണ് വരുന്നത്. അതുപോലെ ബ്ലൗസ് നല്ല ഭംഗിയാണ്. ബേസ് കളർ ബ്ലാക്കിൽ ചെറിയ ചെറിയ പ്രിന്റ്സ് ആണ് ബ്ലൗസിന് വരുന്നത്. ഇതാണ് ഇത് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇടുമ്പോഴാണ് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 8950. നെക്സ്റ്റ് സാരി വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള സാരിയാണ്. നല്ല ഭംഗിയുള്ള പ്രിന്റ്സ് ആണ് കേട്ടോ. ബേസ് കളർ ബ്ലാക്കിൽ ഈ ഒരു മെറൂൺ ബീച്ച് ഷെയ്ഡ്സിൻ്റെ ഒക്കെ പ്രിന്റ് വരുന്ന സാരിയാണ്. ഇതിൻ്റെ ഒരു ബീച്ച് കളർ ബേസ് കളർ വരുന്ന സാരി നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റ്സ് ആണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിന്റ് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഒരു പ്രിന്റാണ്. ട്രഡീഷണൽ പ്രിന്റാണ് പല്ലുവിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പ്രിന്റാണ്. മെറൂൺ ഷെയ്ഡിലുള്ള പ്രിന്റാണ് ബ്ലൗസിന് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 8950 ആണ്. എല്ലാം പ്രീമിയം കളക്ഷൻസ് ആണ്. അപ്പോൾ ഈ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഈ കളക്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം കലൂർക്കട റോഡിലാണ്. ഇവിടെ വന്നാലും ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്